Hey all, welcome back to my YouTube channel Lit Mentor. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാൾസ് ഡിക്കൻസ് എഴുതിയ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്ന നോവലാണ്. ഈ നോവൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിപ്പ് എന്ന യങ് ഓർഫൻ. അവൻ അവൻ്റെ ജീവിതത്തിൽ നേരിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഈ നോവൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവനാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അവൻ ഇതിലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പിപ്പാണ് തൻ്റെ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. പിപ്പ് ഒരു യങ് ഓർഫനാണ്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ചേച്ചിയുടെ ഒപ്പമാണ് താമസിക്കുന്നത്. ചേച്ചിയും അതുപോലെ തന്നെ ചേച്ചിയുടെ ഭർത്താവിൻ്റെയോടൊപ്പം. ഈ ചേച്ചിയുടെ ഭർത്താവ് ഒരു ബ്ലാക്ക് സ്മിത്താണ്, അല്ലെങ്കിൽ ഒരു കൊല്ലനാണ്. സോ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു താഴ്ന്നൊരു സാമ്പത്തിക നിലയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പിപ്പിൻ്റെ ചേച്ചി എപ്പോഴും അവരുടെ സാമ്പത്തികം, അതുപോലെ ക്യാഷ് ഇല്ല, പിപ്പിനെ വളർത്തിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ പിപ്പിൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, അയാൾ എപ്പോഴും പിപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ചേച്ചി എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ അയാളാണ് പിപ്പിനെ സപ്പോർട്ട് ചെയ്തത്. അവരെപ്പോഴും ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നു. ഓക്കെ, ഈ നോവൽ തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് 10 വയസ്സുകാരനായ പിപ്പ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശവക്കല്ലറയുടെ മുൻപിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ പിപ്പിനെ കയറി പിടിക്കുന്നത്. സോ പിപ്പ് വളരെ പേടിക്കുന്നു. അതിനുശേഷം നോക്കുമ്പോൾ അയാൾ പറയുന്നത് അയാളൊരു കൾപ്രിറ്റ് ആണ്, അതായത് ജയിൽ ചാടി വന്നയാളാണ്. അയാൾക്ക് ഫുഡും അതുപോലെ തന്നെ ഫയലും വേണമെന്ന് പറയുന്നു. അയാളുടെ കാലിൽ ഒരു വിലങ്ങുണ്ട്, അത് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ആയുധമാണ് ഫയൽ. അത് ഈ കൊലയാളിയുടെ ഒക്കെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ പോയി കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. നീ എന്നെ കണ്ട കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മരണമാണ് എന്ന് പറഞ്ഞ് പിപ്പിനെ അയക്കുന്നു. സോ അത് കേട്ട് ഭയന്ന് പിപ്പ് നേരെ വീട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് ആരും കാണാതെ പോർക്കിനെ, അതായത് പന്നി ഇറച്ചിയും അതുപോലെ തന്നെ കുറച്ച് വൈനും അതുപോലെ ഫയൽ, ഈ കാര്യങ്ങൾ എടുത്ത് നേരെ കോൺവിക്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷം അയാൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിപ്പ് കൊണ്ടുവന്ന ഫയൽ ഉപയോഗിച്ചിട്ട് കാൽ വിലങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം പിപ്പ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ കോൺവിക്റ്റും പിന്നെ വേറെ ഒരു കുറ്റവാളി കൂടെയുണ്ട്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ഫൈറ്റിനൊടുവിൽ പോലീസ് വന്നിട്ട് അവരെ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോകുന്നതും കാണാം. ഇതിലെ രണ്ടാമത്തെയാൾ ആരാണെന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പോലീസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത് എങ്ങനെ അഴിക്കാൻ പറ്റി, ആരാ നിനക്ക് ഫുഡ് തന്ന് സഹായിച്ച് എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ കോൺവിക്റ്റ് പറയുന്നത്, എനിക്കാരും തന്ന് സഹായിച്ചതല്ല, ഞാനൊരു കൊല്ലൻ്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അയാൾ പിപ്പിനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ല. സോ ഇതാണ് നമ്മൾ ബിഗിനിങ്ങിൽ കാണുന്നത്. അതിനുശേഷം ഉണ്ടാവുന്നത്, പിപ്പിൻ്റെ നാട്ടിൽ വെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മിസ് ഹാൻവിൻഷൻ. അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പിപ്പിൻ്റെ വീട്ടുകാർ അങ്ങോട്ടേക്ക് അയക്കുന്നു. കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ കൂടെ നിന്നിട്ട് നല്ല സ്വഭാവങ്ങൾ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. ഈ മിസ് ഹാവിൻഷനിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പിപ്പ് കണ്ടെത്തിയത് അവരെപ്പോഴും ഒരേ വെഡ്ഡിങ് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. അതുമാത്രമല്ല, അവരുടെ ക്ലോക്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവരുടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുമാത്രമല്ല, ആ വീട് മൊത്തം ഒരു ഇരുണ്ട വീടായിരുന്നു. ബിക്കോസ് കർട്ടൈനൊക്കെ അടച്ച് സൂര്യപ്രകാശമൊന്നും കടക്കാത്ത രീതിയിൽ ഉള്ളൊരു വീടായിരുന്നു. ഈ പിപ്പിന് ആകെ ആ വീട്ടിൽ ഇഷ്ടമായത് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു യങ് ഗേൾ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് എസ്റ്റെല. അവളുടെ ബ്യൂട്ടിയിൽ നമ്മുടെ പിപ്പ് അട്രാക്റ്റഡ് ആവുന്നു. പക്ഷേ ഈ എസ്റ്റെല്ലക്ക് ഈ ആൺകുട്ടികളോട് അല്ലെങ്കിൽ മെയിൽസിനോട് മൊത്തത്തിലൊരു വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എസ്റ്റെല്ല എപ്പോഴും അവനോട്, നീ ലോ ക്ലാസ് ആണ്, നിനക്ക് നന്നായി ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ അവനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്നു.
അവൾ എപ്പോഴും പറഞ്ഞത് നീ ഒരു നല്ല ജെൻറ്റിൽമാനെ പോലെയല്ല ബിഹേവ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഇതാണ്. അവൻ്റെ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ എങ്ങനെയെങ്കിലും ഒരു നല്ല ജെൻറ്റിൽമാൻ ആവണം, ഓർ ഹി വാണ്ട് ടു ബി എ ഗുഡ് ജെൻറ്റിൽമാൻ. അങ്ങനെ അവൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മിസ് ഹാവിൻഷൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതായത് കുറച്ച് ക്യാഷ് പിപ്പിൻ്റെ ഫാമിലിക്ക് നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ പിപ്പിനെ നിങ്ങളുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ ജോലിയിലേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പിപ്പിന് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിപ്പ് തൻ്റെ ബ്രദറിൻലോയുടെ പേര് ജോ എന്നാണ്, ജോയോടൊപ്പം വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിപ്പിന് അത്ര സന്തോഷമുണ്ടായിരുന്നില്ല ഈ പ്രവൃത്തിയിൽ. കാരണം പിപ്പിന് എപ്പോഴും ഒരു ജെൻറ്റിൽമാൻ ആവണം, ജെൻറ്റിൽമാനായിട്ട് തിരിച്ചു വരണം, അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. ബട്ട് അവൻ അതിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് വിധിക്കപ്പെടുന്നു. അവരോടൊപ്പമുള്ള വേറെ തൊഴിലാളിയുടെ പേരാണ് ഓർലിക് എന്നുള്ളത്. ഒരു ദിവസം കാണുന്നത് എന്തെന്ന് വെച്ചാൽ പിപ്പിൻ്റെ സിസ്റ്ററെ ആരോ അറ്റാക്ക് ചെയ്തതുപോലെ നിലത്ത് കിടക്കുന്നതാണ്. എന്നാൽ പിപ്പിന് സംശയം ഇത് ഓർലിക് ചെയ്തതാകാമെന്ന് പിപ്പിന് സംശയമുണ്ട്. സോ ഈ അറ്റാക്കിന് ശേഷം മിസ്സിസ് ജോക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റുന്നുണ്ട്. അവരുടെ ഹെഡിനാണ് ഇഞ്ചുറി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബെഡ് റെസ്റ്റിലാവുന്നു. ഈ സമയം മിസ്സിസ് ജോയെ ട്രീറ്റ് ചെയ്യാൻ വരുന്ന പെൺകുട്ടിയുടെ പേരാണ് ബിദ്ദി. ഈ ബിദ്ദിയോട് ഒരു അട്രാക്ഷൻ പിപ്പിന് തോന്നുന്നുണ്ട്. എന്നാൽ അത് എസ്റ്റെല്ലയോടുള്ള അത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല എന്ന് വേണം പറയാൻ. സോ അങ്ങനെ ഒരു ഹിൻറ്റ് ഇവിടെ ഉണ്ട്. ഒരു ദിവസം ഒരു ലോയർ, ജാഗേഴ്സ് എന്ന പേരുള്ള ഒരു ലോയർ അങ്ങോട്ട് കയറി വരുന്നു. എന്നിട്ട് പിപ്പിനോട് പറഞ്ഞു, നിനക്കൊരു ബെനിഫാക്റ്റർ ഉണ്ട് എന്ന് പറയുന്നു. അതായത് നിന്നെ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ലണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നത് എന്ന്, നിനക്കുള്ള എഡ്യൂക്കേഷൻ എല്ലാ ഫെസിലിറ്റിയും അയാൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ പിപ്പിന് വളരെ സന്തോഷമായി. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലണ്ടനിൽ പോവുക, അതുപോലെ തന്നെ ഒരു ജെൻറ്റിൽമാൻ ആവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിപ്പ് ലണ്ടനിൽ പോവാൻ തയ്യാറാവുന്നു. അപ്പോൾ പിപ്പ് വിചാരിക്കുന്നത് മിസ് ഹാവിൻഷം ആണ് തന്നെ ഈ ലണ്ടനിലേക്ക് അയക്കുന്നത്. അതായത് തന്നെ ലണ്ടനിലേക്ക് അയച്ച് എസ്റ്റെല്ലയെ വിവാഹം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാവിൻഷം ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പിപ്പ് വിചാരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ലണ്ടനിലെത്തിയ പിപ്പിനെയാണ്. അവിടെ അവന് ഒരു ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ പേരാണ് ഹെർബർട്ട്. അതുപോലെ തന്നെ ഹെർബർട്ട് തൻ്റെ ബാല്യകാല സുഹൃത്താണ് എന്ന് പിപ്പ് തിരിച്ചറിയുന്നു. ഈ ഹെർബർട്ട് അവനെ നല്ലൊരു ജെൻറ്റിൽമാൻ ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെ നീ ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ നീ പുറത്തുള്ളവരോട് സംസാരിക്കണം, എങ്ങനെ ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെർബർട്ട് പിപ്പിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിപ്പിന് 21 വയസ്സായി. ആ ദിവസം മുതൽ പിപ്പിന് തൻ്റെ ബെനിഫാക്ടറിൽ നിന്നും ഒരു എമൗണ്ട് വന്നു തുടങ്ങുന്നു. ഈ ക്യാഷ് അവന് മാക്സിമം യൂസ് ചെയ്തത് ഹെർബർട്ടിനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഹെർബർട്ടിനെ ജോലിയാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവന് ക്യാഷ് കൂടുതലും സ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അധികമുള്ള ഈ ക്യാഷ് കൊണ്ട് പിപ്പും ഹെർബർട്ടും ഒരു അൺഡിസിപ്ലിൻഡ് വേയിലൂടെ ലണ്ടനിലൂടെ ജീവിക്കാൻ തുടങ്ങി. മാക്സിമം ക്യാഷ് ലാവിഷായിട്ട് ചിലവഴിക്കാനൊക്കെ, അതുപോലെ തന്നെ നാടകങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, അങ്ങനെ വെറുതെയും കുറേ ക്യാഷ് കളയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡെപ്റ്റ്, ഒരു കടക്കെണിയിലുമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിസ്സിസ് ജോ മരിക്കുന്നു. അങ്ങനെ പിപ്പ് ഫ്യൂണറലിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നു പോകുന്നു. പിപ്പ് നല്ലൊരു യുവാവ് മാത്രമല്ല, നല്ലൊരു ജെൻറ്റിൽമാൻ ആണ്. ആ ടൈമിലാണ് ഒരു അപരിചിതൻ പിപ്പിനെ തേടി വരുന്നത്. അയാളുടെ പേരാണ് മാഗ്വിച്ച്.
മാഗ്വിച്ച് ആരാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ടൊരു കോൺവിക്റ്റ്, ജയിൽ ചാടി വന്ന അയാളാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. എന്നിട്ട് അയാൾ പിപ്പിനോട് പറയാണ്, ഞാനാണ് നിൻ്റെ ബെനിഫാക്ടർ, അല്ലെങ്കിൽ ഞാനാണ് നിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ പിപ്പിനൊരു ഒരു സ്റ്റെക്കായ പോലെയായിരുന്നു പിപ്പ്. ഇത്ര കാലം പിപ്പ് വിചാരിച്ചത് മിസ് ഹാവിൻഷമാണ് തനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത് എന്നായിരുന്നു. അതല്ല എന്ന് പിപ്പിന് മനസ്സിലാവുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞത്, മാഗ്വിച്ച് പറഞ്ഞത്, എനിക്ക് ഇപ്പോൾ ലണ്ടനിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് എന്നെ എപ്പോൾ വേണമെങ്കിലും പോലീസ് തേടിക്കൊണ്ടിരിക്കുവാണ്, എന്നെ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാം എന്ന് പറയുന്നു. സോ ഇപ്പോൾ തീരുമാനിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ മാഗ്വിച്ചിനെ വേറെ രാജ്യത്തേക്ക് അയക്കണം, ഓസ്ട്രേലിയയിലേക്ക് അയക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പിപ്പ് ഒരു യഥാർത്ഥ ജെൻറ്റിൽമാനായി. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പിപ്പ് തീരുമാനിക്കുന്നു. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ എത്രയും വേഗം എസ്റ്റെല്ലയെ വിവാഹം കഴിക്കണം എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. സോ അവന് തിരിച്ച് നാട്ടിലെത്തിയിട്ട് മിസ് ഹാവിൻഷമിനെ കാണുന്നു. മിസ് ഹാവിൻഷമിനോട് പറയുന്നത്, നിങ്ങളല്ല എൻ്റെ ബെനിഫാക്ടർ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങൾ പിന്നെ എന്നോട് കള്ളം പറയുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എസ്റ്റെല്ല എവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് എസ്റ്റെല്ലയുടെ വിവാഹം കഴിഞ്ഞുവെന്നും എസ്റ്റെല്ല ഒരു അപ്പർ ക്ലാസ് മാനായ ബെൻലി ഡ്രമ്മലിനെ വിവാഹം ചെയ്തതുവെന്ന് പറയുന്നു. ഈ ബെൻലിയെ പിപ്പിന് ആദ്യം അറിയാമായിരുന്നു. ഈ ബെൻലിയുടെ ക്യാരക്ടർ എന്തെന്ന് വെച്ചാൽ ഒരു അരഗൻ്റ് ആയിട്ടുള്ള, ആരോടും സംസാരിക്കാത്ത അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഈ ബെൻലി. അപ്പോൾ ഇങ്ങനെ ഒരാളെ എന്തിനാണ് നമ്മുടെ എസ്റ്റെല്ല വിവാഹം ചെയ്തത് എന്ന് പിപ്പ് ചിന്തിക്കുന്നുണ്ട്. അയാൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അയാളൊരു അപ്പർ ക്ലാസ് മെൻ ആയതുകൊണ്ടായിരിക്കാം എന്ന് നമ്മുടെ പിപ്പ് കൺക്ലൂഷനിലെത്തുന്നു. പിന്നീട് അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മിസ് ഹാവിൻഷമിന് തൊട്ടടുത്തുള്ളൊരു ഫെയർ പ്ലേസിൽ നിന്നും അവരുടെ ഡ്രസ്സിലേക്ക് തീ കത്തിപ്പടരുന്നു. അപ്പോൾ പിപ്പ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരെ അവിടെ നിന്നും രക്ഷിക്കുന്നു. പക്ഷേ അധികം നാൾ നമ്മുടെ മിസ് ഹാവിൻഷമിന് ആയുസ്സുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ അവർ മരിക്കുന്നു. പിന്നെ നമ്മുടെ പിപ്പിൻ്റെ ചിന്ത എന്തെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് മാഗ്വിച്ചിനെ ലണ്ടനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്ന ചിന്ത വരുന്നു. സോ അവൻ തീരുമാനിച്ചത് തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ മാഗ്വിച്ചിനെ ഒരു ഷിപ്പിൽ കയറ്റിയിട്ട് അയക്കണം എന്നായിരുന്നു. പക്ഷേ ഷിപ്പിൽ കയറ്റുന്നതിനിടയിൽ പോലീസ് അങ്ങോട്ടേക്ക് വരുന്നു. പോലീസ് മാത്രമല്ല, അതിനോടൊപ്പം വേറെ ഒരു കുറ്റവാളി കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് കോംബിസൺ. ഈ കോംബിസൺ ആരാണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ കണ്ട നമ്മുടെ മാഗ്വിച്ചും വേറെ ഒരു കുറ്റവാളിയും കൂടെ തുടക്കത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ആ സമയത്താണ് പോലീസ് അവരെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ആ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ കോംബിസൺ എന്ന് പറയുന്നത്. ഈ കോംബിസണും അവർ തമ്മിലുള്ള സ്റ്റോറി എന്തെന്ന് വെച്ചാൽ, അതായത് വർഷങ്ങൾക്ക് മുൻപ് ഈ മാഗ്വിച്ചിൻ്റെ സുഹൃത്തായിരുന്നു ഈ കോംബിസൺ. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് ഇല്ലീഗൽ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കോംബിസൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാഗ്വിച്ചിനെ ചതിക്കുന്നു. ഓക്കെ, അതാണ് ഈ മാഗ്വിച്ചിന് എപ്പോഴും കോംബിസണിനോടൊരു പക. അതുപോലെ തന്നെ മിസ് ഹാവിൻഷമിന് എപ്പോഴും കല്യാണ ഡ്രസ്സിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ വിവാഹം ഒരു ദിവസം ഉറപ്പിച്ചു. ഈ കോംബിസൺ ആയിട്ടാണ് ഉറപ്പിച്ചത്. എന്നാൽ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ കോംബിസൺ വിവാഹത്തിന് വരുന്നില്ല. അപ്പോൾ കല്യാണം മുടങ്ങുന്നു. മിസ് ഹാവിൻഷമിൻ്റെ മനസ്സ് വല്ലാതെ മടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇട്ട ഈ കല്യാണ ഡ്രസ്സിൽ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല അവരുടെ ക്ലോക്കിലെ ടൈം എന്തെന്ന് വെച്ചാൽ ആ ദുഃഖവാർത്ത അറിഞ്ഞപ്പോഴുള്ള ആ ടൈമാണ് അവർ അതിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഇൻസിഡൻറ്റിന് ശേഷം മിസ് ഹാവിൻഷമിന് മെയിൽസിനോട് മൊത്തം വെറുപ്പുണ്ടാക്കി. അവർ എപ്പോഴും ഒരു ഇരുണ്ട ജീവിതത്തിലേക്ക് സ്വയം വിധിക്കപ്പെടുന്നു. അതിനുശേഷം അവർ എസ്റ്റെല്ല എന്ന പേരുള്ള പെൺകുട്ടിയെ ദത്തെടുക്കുന്നു. ഈ എസ്റ്റെല്ലയെയും അങ്ങനെയാണ് അവർ വളർത്തുന്നത്. അതായത് മെയിൽ ഹേറ്റർ ആയിട്ടാണ് എസ്റ്റെല്ലയെ അവർ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ എസ്റ്റെല്ല ഈ മെയിൽസിനോട് ഒരു പുച്ഛം കാണിക്കുന്നത്. ഈ കോംബിസൺ എന്ന് പറയുന്ന വ്യക്തി രണ്ടു പേരോടാണ് ദ്രോഹം ചെയ്തിട്ടുള്ളത്.
ഒന്ന്, ഫ്രണ്ടായ മാഗ്വിച്ചിനോടും അദ്ദേഹത്തെ ചതിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് മിസ് ഹാവിൻഷമിനെ ചതിക്കുന്നു. ഇപ്പോൾ ഇവരൊക്കെ ഉള്ളത് ഒരു ബോട്ടിലാണ്. സോ നമ്മുടെ മാഗ്വിച്ച് കോംബിസണിനെ കൊണ്ട് വെള്ളത്തിലോട്ട് ചാടുകയാണ്. മാത്രമല്ല വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും അവർ ഫൈറ്റ് ചെയ്യുന്നത് കാണാം. പിന്നീട് കുറച്ച് നേരത്തേക്ക് ഒന്നും കാണുന്നില്ല. പിന്നെ ഫൈനലായിട്ട് മാഗ്വിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരുന്നത് കാണാം. അയാളെ പോലീസ് പിടിച്ച് ബോട്ടിലേക്ക് കയറ്റുന്നു. അറ്റ് ദ സെയിം ടൈം കോംബിസൺ മരിച്ചു കിടക്കുന്നതും കാണാം. ഓക്കെ, പിന്നീട് മാഗ്വിച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നത് കാണാം. ഈ ജയിലിൽ അടച്ച മാഗ്വിച്ചിനെ കാണാൻ പിപ്പ് അവിടേക്ക് ചെല്ലുന്നു. മാത്രമല്ല പിപ്പ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ എസ്റ്റെല്ല എന്ന് പറയുന്നത് മാഗ്വിച്ചിൻ്റെ സ്വന്തം മോളാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മാഗ്വിച്ച് ആ ജയിലിൽ കിടന്ന് മരിക്കുന്നു. സോ ഇതിനൊക്കെ ഒടുവിൽ നമ്മുടെ പിപ്പ് അസുഖം ബാധിച്ച് കിടപ്പിലാവുന്നുണ്ട്. അപ്പോൾ പിപ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് ജോ ലണ്ടനിലേക്ക് വരുന്നു. ജോ ആണ് പിന്നീട് പിപ്പിനെ കെയർ ചെയ്യുന്നത്. അതുമാത്രമല്ല ജോ പോകുന്നതിന് മുൻപ് പിപ്പിന് ഉണ്ടായിരുന്ന കുറേ കടങ്ങളൊക്കെ വീട്ടിട്ടാണ് ജോ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജോ അവനോട് പറയുന്നുണ്ട്, ഓർലിക്ക്, അതായത് അവൻ്റെ സിസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നില്ലേ ഓർലിക്ക്, അയാൾ ഒരു മോഷണത്തിൻ്റെ ഇടയിൽ പോലീസ് പിടിച്ചുവെന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ പിപ്പ് നാട്ടിലോട്ട് പോവാൻ തീരുമാനിക്കുന്നു. അവിടെ പോയിട്ട് ബിദ്യയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ നമ്മുടെ പിപ്പിനെ വിധി വേട്ടയാടുന്നു. എന്തെന്ന് വെച്ചാൽ പിപ്പ് അവിടെ എത്തുമ്പോഴേക്കും ബിദ്യ ജോയെ വിവാഹം ചെയ്തിട്ടുണ്ടാവും. ഇതുകൂടെ കണ്ടപ്പോൾ പിപ്പ് ആകെ തളർന്നു പോകുന്നു. തൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും താൻ ആഗ്രഹിച്ച പോലെ നടന്നില്ല എന്നൊരു ചിന്ത പിപ്പിന് വരുന്നു. അതുപോലെ മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോകുന്നു പിപ്പ്. പിന്നീട് പിപ്പ് നാട്ടിലോട്ട് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ട് ലണ്ടനിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു. അതുപോലെ ഹെർബർട്ടിന് ഒരു ലവ് ഉണ്ട്. അത് നടത്തി കൊടുക്കാൻ വേണ്ടി പിപ്പ് മുൻകൈ എടുക്കുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം പിപ്പ് പിന്നീട് നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അവിടെ ചെന്ന് എസ്റ്റെല്ലയെ പിപ്പ് കാണുന്നു. എസ്റ്റെല്ലയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എസ്റ്റെല്ല പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും ഹറാസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എസ്റ്റെല്ലയുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ടാവും. മുൻപുള്ള അരഗൻസ് ഒന്നും ഇപ്പോൾ എസ്റ്റെല്ലയിൽ ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് എസ്റ്റെല്ല മാറിയിട്ടുണ്ടാവും. അതായത് ജീവിതം അവളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് അവൾ മനസ്സിലാക്കുന്നു. അറ്റ് ദ എൻഡ് നമ്മൾ കാണുന്നത് പിപ്പ് എസ്റ്റെല്ലയുടെ കൈ പിടിക്കുന്നതാണ്. അതോടുകൂടി നോവൽ അവിടെ എൻഡാവുന്നു. ചാൾസ് ഈ നോവൽ എഴുതുമ്പോൾ ഇതായിരുന്നില്ല ഇതിൻ്റെ എൻഡ്. ഒരു സാഡ് എൻഡായിരുന്നു. പിപ്പ് ആരെയും വിവാഹം ചെയ്യാതെ തിരിച്ചു പോകുന്നതായിരുന്നു. പിന്നീട് ചാൾസ് ഡിക്കൻസ് ഇത് മാറ്റി എഴുതുകയും ഒരു ഹാപ്പി എൻഡിങ്ങിൽ നമ്മുടെ നോവൽ നിർത്തുകയും ചെയ്യുന്നു. സോ ഇതാണ് ഈ നോവലിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.